ഇന്ന് നമ്മുടെ കിച്ചണിൽ ഒരു സൂപ്പർ ടേസ്റ്റി ചന മസാല കറിയാട്ടോ ഉണ്ടാക്കുന്നത്. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ബട്ടൂരിൻ്റെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചന മസാല കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പോൾ ചന മസാല കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി തന്നെ ഞാൻ കടലൊക്കെ കുതിർക്കാൻ വെച്ചിരുന്നു കേട്ടോ. ഈ വെള്ളക്കടലയാണ് വെച്ചിട്ടാട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വെള്ളത്തിൽ കുതിർത്ത കടലൊക്കെ ക്ലീൻ ചെയ്ത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കടല വേവണ വരെ ഒന്ന് കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ചെറിയ സവാള കൊത്തി അരിഞ്ഞതും തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കിട്ടുക. 2 തക്കാളിയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1.5 ടേബിൾ സ്പൂണ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ, ഓയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു 3-4 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സവാള ഇതേ രീതിയിൽ ചെറുതായി കൊത്തി അരിഞ്ഞത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി അത്യാവശ്യം നല്ല തിക്കായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതൊക്കെ ഒന്ന് വഴറ്റി വന്നപ്പോൾ അടിച്ചു വെച്ച തക്കാളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊക്കെ വഴറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രൈ പൗഡർ നമ്മൾ ഇടുന്നക്കാട്ടിയും ഒന്നും കൂടി നല്ലത് ഇതേപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പൊടികളൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും. ഇനി ഇതെല്ലാം കൂടി നമ്മൾ വഴറ്റി വെച്ച വെജിറ്റബിൾസിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ചന മസാലൻ്റെ പൗഡർ ഉണ്ടാവും കേട്ടോ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയുടെ ആ മണമൊക്കെ മാറുന്ന വരെ, പച്ചമണമൊക്കെ മാറുന്ന വരെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കടല ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ കടല മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കടലക്കറിക്ക് നല്ല തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോന് തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല കട്ടിയുള്ള ചുവന്ന കളറിലുള്ള കറിയാണ് വേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതാ നമ്മുടെ കടല അരച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ ബട്ടൂരൻ്റെ കൂടെ ഇട്ടത് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ ഏകദേശം കുക്കായി വന്നപ്പോൾ 1 ടേബിൾ സ്പൂണ് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് ഞാൻ 2-3 പച്ചമുളക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കീറിയിട്ടൊന്നുമില്ല കേട്ടോ, മുഴുവനായിട്ടുള്ള പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുത്തുകയാണ്. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മളുടെ ചന മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം.